സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഈ ദിവസം വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനം ഈ സമയത്ത് ധ്യാനിക്കുവാനും ദിനം മുഴുവനും കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടിയിരിക്കുവാൻ, കർത്താവിനോട് അപേക്ഷിക്കുവാൻ ഈ സമയത്ത് നാം കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. സുഖമായിരിക്കുന്നു? കഴിഞ്ഞ രാത്രിയിൽ സുഖമായി ഉറങ്ങി സന്തോഷത്തോടെ ഉണർന്നെഴുന്നേറ്റോ? ഇന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങളെ ഓർത്ത്, നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് ദുഃഖിച്ചിരിക്കുകയാണോ? ഇതാ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുക. പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ദിനചര്യകൾ ആരംഭിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ നല്ല കർത്താവേ, മറ്റൊരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി നീ നൽകിയിരിക്കുന്നു. നിന്റെ വചനം ധ്യാനിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം ഒന്നാമത്തെ സങ്കീർത്തനം നോക്കാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. ഇത് പലർക്കും കാണാതെ അറിയാവുന്ന സങ്കീർത്തനമാണ്. കൊച്ചുകുട്ടികളെ ഈ ഒന്നാമത്തെ സങ്കീർത്തനം കാണാതെ പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവർ മുതിർന്നു കഴിയുന്നതായ സമയത്ത് അവർ വചനമനുസരിച്ച്, ഈ സങ്കീർത്തനം പറയുന്നതനുസരിച്ച് അവർ ജീവിക്കുവാൻ ഇടയാകും. ഇതിൽ 6 വചനങ്ങളാണ് കാണുന്നത്. ഞാനിത് വായിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് അപ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ ഇടയാകും. ശ്രദ്ധിക്കുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചു. അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, കാറ്റുപാറ്റുന്ന പതിർ പോലെയത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. ഈ വചനങ്ങളൊക്കെ നാം കാണാതെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കലായിട്ട് നാം അനുസരിക്കുന്നുണ്ടോ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, നമുക്ക് ഈ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ആലോചന പറഞ്ഞു നൽകുന്നവർ ആരാണ് ഐഡിയകൾ പറഞ്ഞു തരുന്നത്? എടാ, ഞാൻ നല്ലൊരു ഐഡിയ പറയാമെന്ന് കൂട്ടുകാർ പറയാറുണ്ട്. ഇങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നിനക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്ന് പറഞ്ഞ് ആശിപ്പിക്കും. പല പ്രാവശ്യവും മനുഷ്യർ പറയുന്നതായിട്ടുള്ള ആലോചനകൾ എടുത്തുകൊണ്ട്, അവരുടെ ആശയങ്ങൾ എടുത്തുകൊണ്ട് ജീവിതത്തിൽ നഷ്ടം വരുത്തിവെച്ചവർ അനേകരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് ശരിയാകാം. നിങ്ങൾ ആരുടെ ആലോചനകളാണ് എടുക്കുന്നത്? ദുഷ്ടന്മാരുടെ ആലോചനയാണോ? ലോകപ്രകാരം ജീവിക്കുന്നതായ ആളുകളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ അവർ ലോകപ്രകാരമുള്ള ആലോചനയാണ്. അതായത് എങ്ങനെ പണം സമ്പാദിക്കാം, എങ്ങനെ അവിഹിതമായിട്ട് പണം സമ്പാദിക്കാൻ കഴിയും, എങ്ങനെ ഷോർട്ട് കട്ടിൽ ചെയ്യാം, എങ്ങനെ ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാം എന്നുള്ള അനാവശ്യമായ ചിന്തകളാണ് അവർ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ നാം അവയെ അനുസരിക്കാൻ പാടില്ല. അവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആ ഒരു വലിയ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മെ കരം പിടിച്ച് നടത്തുവാൻ ഉണ്ട്. എന്നാൽ മനുഷ്യരുടെ ആലോചന, ദുഷ്ടന്മാരുടെ ആലോചന നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന സമയത്ത്, ആലോചന എന്ന് പറയുന്നത് അതൊരു വിത്ത് പോലെ നമ്മുടെ മനസ്സിൽ ആ വാക്കുകൾ വീണാൽ അങ്ങനെ തന്നെ കിടക്കും. ആ ആലോചന നീ അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് നീ ചിന്തിക്കുമ്പോൾ, നീ അറിയാതെ തന്നെ നിന്റെ സ്വഭാവത്തിലേക്ക്, നിന്റെ മനസ്സിലേക്ക് അത് വരുവാൻ ഇടയാകും. അതുകൊണ്ടാണ് പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന, അനീതി ചെയ്യുന്നവരുടെ ആലോചന, കള്ളം പറയുന്നവരുടെ ആലോചന നീ എടുക്കാതെ ദൈവത്തിൻ്റെ ആലോചനകൾ എടുക്കണം. അതെവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ, വിശുദ്ധ വേദപുസ്തകം നാം തുറന്നു നോക്കിയാൽ അതിൽ മുഴുവൻ അവൻ്റെ ആലോചനകളാണ്. അവൻ്റെ വചനം നാം ധ്യാനിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സ് കാണാൻ കഴിയും. അവൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ പദ്ധതികൾ, അവൻ്റെ ഹിതമെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്ക് ലഭിക്കും. ദുഷ്ടന്മാരുടെ ആലോചനകളെ ഉപേക്ഷിക്കുക. ഭൂമിയിൽ നിന്ന് ആകാശം എത്രയോ ഉയർന്നിരിക്കുന്നു, അതുപോലെ അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതായ ദൈവത്തിൻ്റെ ആലോചനകൾ അത്രത്തോളം വലിയതാകുന്നു. അതുകൊണ്ട് ഈ ദിവസം മുഴുവൻ മറ്റുള്ള ആളുകൾ പറയുമ്പോൾ അതനുസരിച്ച് തന്നെ അങ്ങനെ ചെയ്യാതെ, ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ, ദൈവത്തിൻ്റെ ഉദ്ദേശമാണോ,
ദൈവത്തിൻ്റെ ഹിതപ്രകാരം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ദൈവത്തിൻ്റെ ആലോചന നാം അന്വേഷിക്കുന്നത് അനുഗ്രഹകരമാണ്. രണ്ടാമതായിട്ട്, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും. നാം പാപികളുടെ വഴി ശ്രദ്ധിക്കുകയാണെങ്കിൽ പാപികളുടെ ജീവിതത്തിൽ എന്താണുള്ളത്? പാപമുണ്ട്. ആ പാപികൾ അവർ നിൽക്കുന്ന വഴികൾ എവിടെയാണ്? ചാരായ ഷാപ്പിൻ്റെ, അതുപോലെ ബ്രാൻഡ് ഷാപ്പിൻ്റെ അരികിൽ, അശുദ്ധമായ ഇടങ്ങളിൽ പാപികളെ കാണാൻ കഴിയും. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമനുസരിച്ച് നാം ജീവിക്കുമ്പോൾ പാപികളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല. ചില സ്ഥലങ്ങളിലേക്ക് നാം ഒരിക്കലും പ്രവേശിക്കുവാനായിട്ട് പാടില്ല. കാരണം അത് പാപികളുടെ മാർഗമാണ്. നിങ്ങൾ ചോദിച്ചേക്കാം, പാപികളുടെ മാർഗമെന്ന് പറഞ്ഞ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ടോ? കർത്താവ് പറയാനിടയായി, പാപികൾ പോകുന്നതായ വഴി വിശാലമായതാണ്. ഈ ലോകക്കാരെല്ലാം, ലോകപ്രകാരം ജീവിക്കുന്ന എല്ലാവരും കടന്നു പോകുന്നതായ വഴി വിശാലമുള്ളതാണ്. അതിൽ കൂടി കടക്കുന്നവർ അനേകരാണ്. അതിൽ കൂടി അനേകം ആളുകൾ കടന്നു പോകും. അനേകം ആളുകളും ആ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. എന്നാൽ നാം ദൈവത്തിൻ്റെ വഴിയെ ഇഷ്ടപ്പെടണം. അത് ഇടുക്കമുള്ളതാണ്. അത് കഷ്ടതയുടെ മാർഗമാണ്. അതിൽ കൂടി പ്രവേശിക്കുവാൻ നാം പോരാടേണ്ടതാണ്. എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാതെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മാർഗത്തിൽ ഞാൻ മുൻപോട്ട് പോകേണ്ടതാണ്. എല്ലാവരും സിനിമാ ഹാളിൽ പോകുമ്പോൾ ഞാൻ ആലയത്തിലേക്ക് പോകും. എല്ലാവരും മൊബൈൽ എടുത്തിട്ട് അതിൽ അശ്ലീലമായ കാര്യങ്ങളും മറ്റും കാണുമ്പോൾ ഞാൻ എന്താണ്, മൊബൈൽ ഫോൺ എടുത്ത് അതിൽ ദൈവത്തിൻ്റെതായ വചനങ്ങളും മറ്റും വായിക്കാൻ നോക്കും. നിന്റെ പരിശ്രമവും നിന്റെ ആലോചനയും നീ പോകേണ്ടതായിട്ടുള്ളതായ വഴി എന്ന് വെച്ചാൽ അതൊരിക്കലും പാപിയുടെ മാർഗത്തിൽ, നാശത്തിൻ്റെ മാർഗത്തിലാകാൻ പാടില്ല. പാപത്തിൻ്റെ മാർഗം വിശാലമായിട്ട് തോന്നും, അത് സുഖകരമായിട്ട്, ആഡംബരമായിട്ട്, സൗകര്യപ്രദമായിട്ട് തോന്നും. എന്നാൽ അതിൻ്റെ അന്ത്യം നാശമാണ്, നരകമാണ്. എന്നാൽ ഇടുക്കമുള്ളതായ വാതിൽ നിനക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ അവസാനം നിത്യതയാണ്. അതുകൊണ്ട് സത്യദൈവത്തിൻ്റെ മാർഗത്തിൽ നാം പോകുന്ന വ്യക്തികൾ ആയിരിക്കണം. അടുത്തത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. ഒരുപക്ഷെ നാം ജോലിയിലായിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരോടൊപ്പം നാം ഇരിക്കാറുണ്ട്. നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലി അത് എത്ര സമയം ചെയ്യണമോ അതനുസരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ജോലി ചെയ്യേണ്ടതാണ്. അതേസമയം നിന്റെ കൂട്ടുകാർ അവിടെ ഉണ്ടായിരിക്കുന്നതായ സഹപ്രവർത്തകർ പരിഹാസികളായിരിക്കാം, അതുപോലെ ദുർനടപ്പുകാരായിരിക്കാം. എന്നാൽ നീ അവരുമായിട്ട് ഇഴുകിച്ചേരുവാൻ പാടില്ല. നീ സമാധാനത്തോടെ ആയിരിക്കുക. എല്ലാവരോടും നീ സമാധാനം ആചരിക്കുക. ആരും ശത്രുക്കളല്ല, ആരെയും തള്ളിക്കളയരുത്. എന്നാൽ അതേ സമയത്ത് അവരുടെ മാർഗത്തിൽ അവരോടൊപ്പം ഇരിക്കുന്ന സമയത്ത് അവരുമായി ഇടപഴകുമ്പോൾ അവരുടെ മാർഗത്തിൽ പോകാൻ പാടില്ല. അവർ മൂവി സ്റ്റോറീസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അശ്ലീലമായ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെവി അവങ്കിലേക്ക് ചായ്ക്കുവാനായിട്ട്, ശ്രദ്ധിക്കുവാനായിട്ട് പാടില്ല. എന്താണ്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിങ്ങൾ ഇരിക്കുവാൻ പാടില്ല. എനിക്കറിയാവുന്നതാണ്, നമുക്ക് ഓഫീസിലിരിക്കാൻ കഴിയും, നമ്മുടെ ഭവനത്തിലിരിക്കാൻ കഴിയും, ദൈവത്തിൻ്റെ ആലയത്തിലിരിക്കാൻ കഴിയും. എന്നാൽ ഈ 3 സ്ഥലങ്ങൾ ഒഴികെ ആ ചീട്ടുകളിക്കാരോടൊപ്പം പോയി ഇരിക്കുക, ദുർനടപ്പ് നടത്തുന്ന ആളുകളോടൊപ്പം ഇരിക്കുക, അതുപോലെ മദ്യം സേവിക്കുന്ന ആളുകളോടൊപ്പം പോയിട്ട് ഇരിക്കുക, അതുപോലെ മറ്റുള്ള ആളുകളെ എപ്പോഴും കുറ്റം പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ, മറ്റുള്ളവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നതായ ആളുകൾ, അങ്ങനെയുള്ള ആളുകളോടൊപ്പം നീ പോയിരുന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നത് എപ്പോഴും നിന്റെ ആത്മീയ ജീവിതത്തിന് അത് ക്ഷേമകരമല്ല. അതും നിന്റെ ആത്മീയ ജീവിതത്തിൽ നഷ്ടം വരുത്തി വയ്ക്കുന്നു. നിനക്ക് കിട്ടുന്ന സമയത്തെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് അവൻ്റെ വചനത്തെ നീ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. മറിയ ഉത്തമമായത് തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ ഉപദേശം അവൾ കേട്ടു. അതുകൊണ്ട് അവൾ അനുഗ്രഹിക്കപ്പെട്ടു. അവളിൽ നിന്ന് ആർക്കും അത് എടുത്തു മാറ്റുവാൻ കഴിയുകയില്ല എന്ന് വചനം പറയുന്നു. എന്നാൽ നീ പണം സമ്പാദിച്ചാൽ ആരെങ്കിലും ഒരുപക്ഷെ എടുത്തുകൊണ്ട് പോകാം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദാവീദ് പറയുകയാണ്, ഞാൻ ഒരു വാരം മാത്രമാണ് ചോദിച്ചത്, അവൻ്റെ ആലയത്തിൽ ഇരുന്നു കൊണ്ട് ആ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെന്ന് ദാവീദ് പറയാനിടയായി. സിംഹാസനത്തിലിരുന്ന രാജാവാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ വേണ്ടിയാണ് അവൻ ആഗ്രഹിച്ചത്. ദൈവാലയത്തിലൊരു കാവൽക്കാരനായിരിക്കാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ലോകപ്രകാരം ജീവിക്കുന്ന ആളുകളോടൊപ്പം നിങ്ങൾ ഇരിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ മക്കളുമായിട്ട് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുമായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് അത്ര ആകർഷണീയമായി തോന്നില്ല. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് അനുഗ്രഹമാണ്. നമുക്ക് ആത്മീയ ഫലങ്ങൾ അതിൽ കൂടി ലഭിക്കാനിടയാകും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും വീട്ടിൽ കിടന്നുറങ്ങുന്ന വ്യക്തികൾ ഭാഗ്യവാന്മാരാണെന്നല്ല പറഞ്ഞത്. എന്താണ് കർത്താവ് പറയുന്നത്? ഒരു കാര്യം ചെയ്യുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്നും പറയുന്നു. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചുകൊണ്ട്
നാം ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കണം. ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്നതിൽ നാം സന്തോഷിക്കണം. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാവും പകലും നാം ധ്യാനിക്കണം. നിന്റെ ആഗ്രഹം എന്താണ്? നിനക്ക് എന്തിനോടാണ് ദാഹം എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാക്യം രാവും പകലും എനിക്ക് ധ്യാനിക്കണമെന്ന്. രാപ്പകൽ നമുക്ക് ബൈബിൾ എടുത്തു വെച്ച് വായിക്കാൻ കഴിയില്ല. നമുക്ക് പല ജോലികളുമുണ്ട്. എന്നാൽ രാപ്പകൽ അവൻ്റെ വചനം നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, പശു, ആട്, കാളയൊക്കെ ആണെങ്കിൽ പകലത് പുല്ല് തിന്നും, വയലിൽ ചെന്നിട്ട് പുല്ലൊക്കെ തിന്നിട്ട് വൈകുന്നേരം അതിൻ്റെ കൂട്ടിൽ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അത് തിന്നതായ ആഹാരത്തെ വീണ്ടും അത് അയവിറക്കും. അതിലുണ്ടായിരിക്കുന്നതായ സത്തെല്ലാം ആസ്വദിച്ച് തലയൊക്കെ കുലുക്കിക്കൊണ്ട് നിങ്ങൾ ആ പശുവിനെ നോക്കിയാൽ കാണുവാൻ കഴിയും. അത് ആസ്വദിച്ച് അതിലുണ്ടായിരുന്ന സത്തെല്ലാം തിന്നുന്നത് കാണാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിക്കുന്ന സമയത്ത് അത് അയവിറക്കുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന സത്ത് നമുക്ക് എടുക്കുവാനായിട്ട് ലഭിക്കും, ആസ്വദിക്കാൻ കഴിയും. നാം ദൈവത്തിൻ്റെ വചനം ഒരു അരമണിക്കൂർ കേട്ടിരിക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് കേട്ടിരിക്കും. എന്നാൽ ആ കേട്ട വചനത്തെ നിങ്ങൾ ദിനം മുഴുവനും നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിക്കുകയാണെങ്കിൽ അത് ഫലം കായ്ക്കും. അതിൽ കൂടി വലിയ വലിയ സത്യങ്ങൾ, വലിയ വലിയ വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ ഏകദേശം 50 വർഷമായിട്ട് ബൈബിൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഞാൻ വായിക്കുമ്പോൾ വീണ്ടും പുതിയ പുതിയ ഉറവകളാണ്. ഉറവകൾ എന്ന് പറയുമ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എത്രയോ ബൈബിളിനെ സംബന്ധിച്ചതായ വേദപുസ്തക സത്യങ്ങൾ, വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നതായ, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ സഹായിക്കുന്ന, നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയും. ദിവസം മുഴുവനും അത് ധ്യാനിക്കുന്ന സമയം, നമ്മളിപ്പോൾ ഒരു TV വാങ്ങാൻ തീരുമാനിച്ചെന്നിരിക്കട്ടെ. എപ്പോഴും നമ്മൾ TV വാങ്ങണം, എനിക്ക് TV വാങ്ങണം, TV എങ്ങനെയെങ്കിലും വാങ്ങണം. അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ തീരുമാനിച്ചാൽ അതുമാത്രമായിരിക്കും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം അങ്ങനെ ധ്യാനിച്ചാൽ, അവൻ്റെ വചനത്തെ നാം പഠിക്കുകയാണെങ്കിൽ അവൻ ഭാഗ്യവാനാണ്, അവൻ ശ്രേഷ്ഠനായ മനുഷ്യനാണ്. ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ബ്ലെസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ടവൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായിട്ട് നാം മാറുവാൻ ഇടയാകും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഏർപ്പെടുത്തിയിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അത് രാപ്പകൽ ധ്യാനിക്കുന്നതായ മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത വാക്യം നോക്കാം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എങ്ങനെയാണ് അവനെ താരതമ്യം ചെയ്തിരിക്കുന്നത്? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും അതുപോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്നാണ്. ആറ്റരികത്ത് നട്ടിരിക്കുന്നതായ ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് അതിനെപ്പോഴും വെള്ളവുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് അത് ഉണങ്ങിപ്പോവുകയില്ല. ആ വൃക്ഷത്തിൻ്റെ വേരുകൾ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നത് കൊണ്ട് അത് ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ഫലം കായ്ക്കുവാൻ ഇടയാകും. ആറ്റരികത്ത് നട്ടിരിക്കുന്നതായ ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് ഉണങ്ങിപ്പോകുമോ എന്നുള്ളതായ ഭയം ആ വൃക്ഷത്തിനില്ല. അതുപോലെ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് പൂർണ്ണ സമാധാനം ദൈവം കൊടുക്കുവാനിടയാകും. കർത്താവിനോടൊപ്പം നടക്കുന്നവന്, കർത്താവിൻ്റെ സമീപമായി ജീവിക്കുന്നവന് അവൻ്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും മുടക്കം ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ അവൻ ഫലം കായ്ക്കും. ഫലം കായ്ക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പിടി ഗോതമ്പ് വിതച്ചാൽ ഒരു ചാക്ക് ഗോതമ്പ് കിട്ടും. നമ്മളൊരു മാവിൻ തൈ നടുകയാണെങ്കിൽ അതിൽ നിന്നും എത്രയോ മാങ്ങകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു വൃക്ഷത്തിൽ നിന്നാണ്, ഒരു ചെടിയിൽ നിന്നാണ് ഇത്രയും ഫലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അത് എത്രയോ ആളുകൾക്ക് അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. ദൈവം അതുപോലെ നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. നമ്മൾ ലോകത്തിന് അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ വീട്ടുകാർക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു. നിന്നെ കാണുന്നതായ ആളുകൾ നിന്നെ സ്നേഹിക്കും, നിന്നെ സ്വീകരിക്കും, നിന്നെ ക്ഷണിക്കും. അവൻ വരികയാണെങ്കിൽ നന്നായിരുന്നു, അവൻ പ്രാർത്ഥിച്ചാൽ നന്നായിരുന്നു, സമാധാനം കിട്ടുമായിരുന്നു, അവൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് എന്ന് ചില വ്യക്തികളെക്കുറിച്ച് ആളുകൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് കാരണം എന്താണ്? അവർ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് പ്രയോജനകരമാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അതിനുശേഷം അടുത്ത വാക്യത്തിൽ എന്താണ് പറയുന്നത്? അവൻ ചെയ്യുന്നത് ഒക്കെയും സാധിക്കും. അവൻ എന്തെല്ലാം തൊട്ടാലും അതെല്ലാം സാധിക്കാനിടയാകും. അവൻ ചെയ്യുന്നതായ സകല പ്രവൃത്തികളും സഫലമാകും, പ്രയോജനകരമാകും, ഫലം കായ്ക്കും, സമൃദ്ധി ഉണ്ടാകും. അനേകർ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല, എൻ്റെ ജീവിതത്തിൽ ഫലമില്ല, എൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറയുന്ന അനേകം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്.
അതിന് കാരണം നിങ്ങൾ ദൈവമായിട്ട് ഒരു കൂട്ടായ്മ ആചരിക്കുന്നില്ല. ദൈവമായിട്ട് നിങ്ങൾക്ക് ബന്ധം ഇല്ല. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ആകുന്നതിന് വേണ്ടി ദൈവമായിട്ട് നിങ്ങൾക്കൊരു ആത്മബന്ധമുള്ളവരായി അവൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് അവനിൽ വിശ്വസിച്ച് ആശ്രയിച്ചു പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം സാധ്യമാകും. നീ ആശിക്കുന്നതായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം സാധ്യമാക്കും. നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ ജോലി മണ്ഡലത്തിൽ ദൈവം അത് ചെയ്യും. അതുപോലെ നീ ചെയ്യുന്ന വ്യാപാരത്തിൽ, നീ ഇടപെടുന്നതായ ഏത് മണ്ഡലത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയാകും. ഈ ദേശത്താണെങ്കിലും ഏത് ദേശത്താണെങ്കിലും നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കും. ഇസഹാക്ക് അന്യദേശത്ത് വിത്ത് വിതച്ച് അവൻ 100 മേനി വിളവ് കൊയ്തു. നിന്റെ ജീവിതത്തിൽ ഫലം കാണുന്നില്ലേ? വർഷങ്ങൾ കൂടുന്തോറും നിന്റെ വരുമാനം വർദ്ധിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ കടം കൂടുന്നത്? നീ അനേക വിഷയങ്ങളിൽ വിജയം പ്രാപിച്ച ഫലം കായ്ച്ച വ്യക്തിയാണ്. നിനക്ക് കുടുംബമുണ്ട്, നിനക്ക് കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു. എന്നാൽ നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലേ? എപ്പോഴും പ്രശ്നങ്ങളാണോ? അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാനിടയാകും. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കാനിടയാകും. എന്നാൽ ദുഷ്ടന്മാർ, എപ്പോഴും ദൈവവചനം നാം ശ്രദ്ധിച്ചാൽ നമുക്ക് 2 മാർഗങ്ങൾ കാണാൻ കഴിയും. ഒന്ന് ദൈവത്തിൻ്റെ മാർഗം, മറ്റൊന്ന് പിശാചിൻ്റെ മാർഗം. ലോകത്തിലുള്ള ആ ദേശം, ഈ ദേശം, ആ ഭാഷ, ഈ ഭാഷ, ഇവയെല്ലാം തന്നെ മാറ്റിവെക്കുക. അങ്ങനെ വ്യത്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് ജീവന്റെ മാർഗത്തിൽ പോകുന്നവർ, 2 ദുഷ്ടന്റെ മാർഗത്തിൽ പോകുന്നവർ. ഒന്ന് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടതായ പാപികൾ, 2 കഴുകപ്പെടാത്തതായ പാപികൾ. എല്ലാവരും പാപികളാണ്. എന്നാൽ യേശുവിനെ സ്വീകരിച്ചവർ കഴുകപ്പെട്ട പാപികൾ, സ്വീകരിക്കപ്പെടാത്തവർ കഴുകപ്പെടാത്ത പാപികൾ. ദുഷ്ടന്മാരും അതുപോലെ നീതിമാന്മാരും. ഇത് നമുക്ക് ബൈബിളിൽ ഒരുപാട് തവണ കാണാൻ കഴിയും. എന്നാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ ജീവിതം പരസ്പര വിരുദ്ധമാണ്. ഒന്ന് ദൈവത്തിൻ്റെ മക്കൾ, മറ്റൊന്ന് പിശാചിനെ സംബന്ധിച്ചുള്ളവർ. 2ഉം ഒരുപോലെയല്ല. ദുഷ്ടന്മാരെക്കുറിച്ച് പറയുമ്പോൾ പിശാച് ദുഷ്ടനാണ്. അവൻ്റെ ആലോചന ദുഷ്ടത നിറഞ്ഞതാകുന്നു. അവൻ മനുഷ്യനോട് കള്ളം പറഞ്ഞു, നിങ്ങൾ ഈ പഴം തിന്നാൽ ദൈവത്തെപ്പോലെയാകുമെന്ന്. അത് ദുഷ്ട ആലോചനയാണ്. ദൈവത്തിന് എതിരായ രീതിയിൽ, ദൈവത്തിനോട് വെറുപ്പും വിദ്വേഷവും ഉളവാക്കുന്ന രീതിയിൽ ആരെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ ഓർക്കണം, അത് ദുഷ്ടൻ്റെ ആലോചനയാകുന്നുവെന്ന്. അങ്ങനെയുള്ള ദുഷ്ടന്മാരെ നോക്കുമ്പോൾ അവരുടെ ജീവിതം നന്നായിട്ട് പോകുന്നു. അവർ സുഖത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ പോകുന്നു. അവർക്കൊരു കുറവുമില്ല എന്ന് പലരും വിചാരിക്കാറുണ്ട്. നോക്കൂ, ദുഷ്ടന്മാരാണല്ലോ നന്നായിട്ട് ജീവിക്കുന്നത്, സുഖമായിട്ട് ജീവിക്കുന്നത്. നമ്മൾ അഴിമതി കാണിക്കാതെ, കൈക്കൂലി വാങ്ങാതെ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടല്ലേ നമുക്കിപ്പോൾ ഒന്നുമില്ലാത്തതെന്ന് പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുവാൻ ഒരിക്കലും പാടില്ല. കാരണം ദുഷ്ടന്റെ വിജയം എന്ന് പറയുമ്പോൾ അത് അല്പകാലം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ദീപാവലിക്ക് പലരും പൂത്തിരി കത്തിക്കാറുണ്ട്. അത് എന്ന് പറഞ്ഞ് കത്തും കുറച്ചു നേരത്തേക്ക്. അത് മനോഹരമായിട്ട് നല്ല രീതിയിൽ കത്തി ഉയരും. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അത് തീരും. ഫ്യൂ സെക്കൻഡ്സ്. ദുഷ്ടന്മാരുടെ കാര്യവും അങ്ങനെയാണ്. അവർ ഉയർന്നു വരുന്നതായിട്ട് തോന്നും. എന്നാൽ അവരുടെ ജീവിതത്തിലെ വിജയം അല്പകാലത്തേക്ക് മാത്രമാണ്. നാം അനേകരിലും കാണുന്നതാണത്. പ്രശസ്തരായ അനേകം ആളുകളുടെ, സെലിബ്രിറ്റീസിൻ്റെയൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം നോക്കുമ്പോൾ നമുക്ക് ഭയമുണ്ടാകുന്നു. ദുഷ്ടന്മാരുടെ വിജയം അത് അല്പകാലത്തേക്ക് മാത്രമാണുള്ളത്. ദുഷ്ടന്റെ മാർഗം നാശത്തിലേക്കാണ് പോകുന്നത്. അവർ നോക്കുമ്പോൾ അത് വളരെ സുഖപ്രദമായിട്ട് തോന്നാം, സംഗീതാത്മകമായിട്ട്, മനോഹരമായിട്ട്, സമാധാനമുള്ളതായിട്ട് തോന്നിയേക്കാമെന്നാൽ ആ ദുഷ്ടന്റെ മാർഗം അവരെ അവസാനം എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നീതിമാന്മാരുടെ മാർഗം ദൈവത്തിന് അറിയാം. കാരണം അത് ദൈവത്തിൻ്റെ മാർഗമാണ്. നീ പോകുന്ന മാർഗം എന്താണെന്ന് നിനക്കറിയില്ലായിരിക്കും. എന്നാൽ നിന്നെ നടത്തുന്നവൻ ആരാണെന്ന് നിനക്കറിയാമോ? ഒരു ഭക്തൻ പറഞ്ഞു, ഞാൻ എവിടേക്ക് പോകുന്നു എന്നെനിക്കറിയില്ല, എന്നാൽ എന്നെ നടത്തുന്നതായ ദൈവത്തെ എനിക്ക് അറിയാം. നിന്നെ നടത്തുന്നതായ ദൈവം നന്മയുള്ളവനാണെങ്കിൽ നിന്നെ നന്മയുടെ വഴിയിൽ കൂടിയല്ലയോ നടത്തുകയുള്ളൂ. അതാണ് പറയുന്നത്, നിന്റെ വഴി യഹോവയെ ഏൽപ്പിക്കുക. ദുഷ്ടന്മാരുടെ വഴി നാശത്തിലേക്ക് പോകുന്നെങ്കിലും നീതിമാന്മാരുടെ വഴി യഹോവ അറിയുന്നു. 4-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയത്രേ. നീതിമാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവരെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയത്രേ എന്നാണ് പറയുന്നത്. ധാന്യങ്ങൾ നാം പാറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് ഒരു തൊലിയുണ്ടാകും. ആ തൊലി, അതിൻ്റെ ഒരു കവറിങ് ഉണ്ടാകും. അത് നാം ജീവിതങ്ങളെ നോക്കുന്ന സമയത്ത്
അനേകം ആളുകളും പുറമേ വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നു, സമാധാനമുള്ളവരായിട്ട്, ഉല്ലാസമുള്ളവരായിട്ട് കാണുന്നു. എന്നാൽ അവരുടെ ഉള്ളം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് പതിർ പോലെയാകുന്നു എന്ന് പറയുന്നു. ധാന്യം എടുക്കുന്ന സമയത്ത് പതിർ അതിൽ നിന്ന് വേർതിരിക്കാനിടയാകും. അങ്ങനെ പാറ്റിയെടുക്കുമ്പോൾ പതിരെല്ലാം പറന്നു പോവുകയും ധാന്യമണികൾ മാത്രം അവിടെ കിടക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ദുഷ്ടന്മാരുടെ വിജയങ്ങൾ. അത് നിലനിൽക്കില്ല, അത് അല്പകാലത്തേക്ക് മാത്രമായിരിക്കും ഉള്ളത്. അതിനുശേഷം ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിൽക്കുകയില്ല. ന്യായവിസ്താരത്തിന്റെ ഒരു ദിവസമുണ്ട്. അന്ന് എല്ലാ ദുഷ്ടന്മാരെയും ന്യായം വിധിക്കുന്ന സമയത്ത് അവർ ദൈവത്തിന് മുമ്പാകെ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ ഇടയാകും. അതായത് ദൈവത്തിന്റെ മക്കളുടെ സഭയിൽ ദുഷ്ടന്മാർക്ക്, പാപികൾക്ക് ഇടമില്ല. രണ്ടു കൂട്ടർ, ദൈവത്തെ അറിയാവുന്ന ഒരു കൂട്ടർ, ദൈവത്തെ അറിയാത്ത മറ്റൊരു കൂട്ടർ. ഒന്ന് ദൈവത്തിന്റെ മാർഗത്തിൽ നടക്കുന്നവർ, മറ്റൊന്ന് ദുഷ്ടന്റെ പിശാചിന്റെ മാർഗത്തിൽ നടക്കുന്നവർ. പിശാചിന്റെ മാർഗത്തിൽ നടക്കുന്ന വ്യക്തികളുടെ അന്ത്യം അത് ഭയങ്കരം ആയിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ന്യായപ്രമാണം ധ്യാനിച്ചുകൊണ്ട് ദിനംതോറും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നടക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടും. ഈ ദിവസം മുഴുവനും നിങ്ങൾ ആരുടെ കൂടെയാണ് നടക്കുന്നത്, ആരുടെ ആലോചന കേട്ടാണ് നിങ്ങൾ നടക്കുന്നത്, അത് തീർച്ചയായിട്ടും പരിശോധിച്ച് മനസ്സിലാക്കുക. ജാഗ്രതയോടെ ആയിരിക്കുക. ദുഷ്ടന്റെ മാർഗത്തിൽ പോകരുത്, പാപിയുടെ കൂടെ പോകരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കരുത്. ഇന്ന് നാം രാവിലെ ദൈവത്തിന്റെ വചനം ധ്യാനിച്ചല്ലോ. ഇതിൽ പറഞ്ഞതുപോലെ ദൈവഹിതപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് എൻ്റെ മേൽ ദൃഷ്ടിവെച്ച് ഞാൻ നടക്കേണ്ടുന്ന വഴികൾ നീ എനിക്ക് ഉപദേശിച്ച് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ കർത്താവ് നിന്നെ വഴി നടത്തും, ദൈവത്തിൻ്റെ മാർഗത്തിൽ കൂടി നടത്തുവാനിടയാകും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഈ വചനം വീണ്ടും നിങ്ങൾ ധ്യാനിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സാധിക്കാനും ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നിങ്ങൾക്ക് നടക്കുവാനും കഴിയുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ നല്ല സമയത്ത് കർത്താവേ, നിന്റെ വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായിട്ട് നന്ദി കരയറ്റുകയാണ്. ഈ ലോകത്തിലെ മനുഷ്യർ നൽകുന്നതായ ആലോചനകൾക്കും അവർ കാണിക്കുന്നതായ വഴികൾക്കും അവരിയ്ക്കുന്ന ഇടങ്ങളിലേക്കും ഞങ്ങൾ കൂടിച്ചേരാതെ നിന്റെ സന്നിധിയിലേക്ക് വരുന്നതിന് വേണ്ടി നിന്റെ ആലോചന കേട്ട് നടക്കുവാൻ, നിന്നോട് കൂട്ടായ്മ ഉള്ളവരായിട്ട് ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി ഞങ്ങളുടെ ജീവിതം മാറ്റണമേ. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും അഭിവൃദ്ധിയും അനുഗ്രഹവും കൊടുക്കണമേ. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം സാധ്യമാകുവാനായി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളാണ്, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്. പരീക്ഷകൾ എഴുതുന്നവർക്ക് വിജയം കൊടുക്കണമേ. കുടുംബത്തിലെ ഏതെങ്കിലും വിഷയത്തിന് പോകുന്നതായ ആളുകൾ, രജിസ്ട്രേഷൻ്റെ വിഷയത്തിന്, വസ്തു സംബന്ധിച്ച കാര്യങ്ങൾക്ക് പോകുന്നവർ, പുറത്തേക്ക് പോകുന്നവരും അകത്തേക്ക് വരുന്നവരും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ നിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ. അവരുടെ ജോലി വിഷയങ്ങളിൽ നീ അവരോട് കൂടെ ഇരിക്കുമാറാകണമേ. കൊറോണ വ്യാപനം നടക്കുന്ന സമയത്ത് ഭവനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ. കമ്പ്യൂട്ടറുകളിൽ, വർക്ക് അറ്റ് ഹോമിൽ ജോലി ചെയ്യുന്നതായ ആളുകളുടെ ജീവിതത്തിലെല്ലാം അത്ഭുതകരമായ വിജയത്തെ നീ കൊടുക്കുമാറാകണമേ. നിന്റെ കൃപയും നിന്റെ അനുഗ്രഹവും ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിറയ്ക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യവും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവേ, അവരുടെ ജീവിതത്തിൽ നിന്റെ കൃപയും സഹായവും കൊടുത്തുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. ഹാവ് എ ഗുഡ് ഡേ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സാധിക്കട്ടെ. ദൈവം ഇന്ന് നിങ്ങളോട് കൂടെയിരിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ സഹായിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി ഉറപ്പോടുകൂടി പറയുവാൻ വേണ്ടി കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ ധ്യാനിക്കുക. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ
യേശുവേ